ഡിയർ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഐസോടോപ്പ്. ദ നമ്പർ ഓഫ് വിച്ച് സബറ്റോമിക് പാർട്ടിക്കിൾസ് ഡിറ്റർമൈൻ ആൻ എലമെന്റ്. ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്നത് അതിലെ ഏത് സബറ്റോമിക് പാർട്ടിക്കിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, അത് ഏതാണ്? പ്രോട്ടോൺ ആണ്. അതുകൊണ്ടാണ് പ്രോട്ടോണിനെ ഒരു ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ എന്ന എലമെന്റിന്റെ മൂന്ന് വ്യത്യസ്ത ആറ്റങ്ങളാണ്. ഹൈഡ്രജൻ എന്ന എലമെന്റിന്റെ മൂന്ന് വ്യത്യസ്ത ആറ്റങ്ങളാണ്. ഒന്നാമത്തത് H11, അതിന്റെ പേരാണ് പ്രോട്ടിയം. H12 ഡ്യൂട്ടീരിയം. H13 ട്രിഷിയം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോളം താഴെയായിട്ട് നിങ്ങൾക്ക് പൂരിപ്പിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ടേബിളിലോട്ട് വന്നാൽ ഹൈഡ്രജൻ എന്ന എലമെന്റിന്റെ മൂന്ന് വ്യത്യസ്ത ഐസോടോപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവയുടെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവയാണ് ഫില്ല് ചെയ്യേണ്ടത്. പ്രോട്ടിയത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് H11 എന്നാണ്. അപ്പോൾ പ്രോട്ടോണിന്റെ എണ്ണം 1 ആണ്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യണം, അപ്പം 0. ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അറ്റോമിക് നമ്പർ 1 ആണ്. മാസ് നമ്പർ 1 ആണ്. രണ്ടാമത്തത് H12 ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയത്തിന്റെ പ്രോട്ടോണിന്റെ എണ്ണം 1 തന്നെയാണ്. ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെയാണ്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യണം. 2 - 1 1. ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അറ്റോമിക് നമ്പർ 1 ആണ്. മാസ് നമ്പർ 2 ആണ്. മൂന്നാമത്തെ ആറ്റമായ ട്രിഷിയത്തില് പ്രോട്ടോണിന്റെ എണ്ണം 1 ആണ്. ന്യൂട്രോൺ 3 - 1 2 ആണ്. ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അറ്റോമിക് നമ്പറും 1 ആണ്. മാസ് നമ്പർ 3 ആണ്. ഇനി ടേബിളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു 5 ക്വസ്റ്റ്യൻസ് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദീസ് ആറ്റംസ്. ഈ ആറ്റങ്ങളുടെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഈ ഹൈഡ്രജന്റെ ഈ മൂന്ന് ആറ്റങ്ങളുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത വിച്ച് ഈസ് ദ എലമെന്റ് ഹാവിംഗ് അറ്റോമിക് നമ്പർ 1. അറ്റോമിക് നമ്പർ 1 ഉള്ള എലമെന്റ് ഏതാണ്? അറ്റോമിക് നമ്പർ 1 ഉള്ള എലമെന്റിന്റെ പേരാണ് ഹൈഡ്രജൻ. എങ്കിൽ ഇവ മൂന്നും ഹൈഡ്രജന്റെ ആറ്റങ്ങളാണ്. ഓൾ ദീസ് 3 ആർ ഹൈഡ്രജൻ ആറ്റംസ്. അടുത്ത ചോദിച്ചിരിക്കുന്നത്, ഈ ആറ്റങ്ങൾ തമ്മിൽ ഏത് കണത്തിന്റെ എണ്ണത്തിലാണ് വ്യത്യാസം? ഇൻ ദ നമ്പർ ഓഫ് വിച്ച് പാർട്ടിക്കിൾ ഡു ദീസ് ആറ്റംസ് ഡിഫറന്റ്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ ശ്രദ്ധിച്ചാൽ ഇവയിൽ മൂന്നും ഏതിനാണ് വ്യത്യസ്തതയുള്ളത്? ന്യൂട്രോണിന്റെ എണ്ണത്തിലാണ് വ്യത്യസ്തത കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയുടെ മാസ് നമ്പർ ഒരുപോലെയാണോ? ആദ്യം മാസ് നമ്പേഴ്സ് ഓഫ് ദീസ് ആറ്റം സെയിം. ഇവരുടെ എല്ലാം മാസ് നമ്പർ, ഈ മൂന്ന് ആറ്റത്തിന്റെ മാസ് നമ്പർ സെയിം ആണോ? സെയിം അല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നോ എന്ന് എഴുതാം. ഇവയിൽ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏതാണ്? ഇവയിൽ 3 പേരിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഏത് ആറ്റമാണ് ഹൈഡ്രജന്റെ? ഒന്നാമത്തെ ആയ പ്രോട്ടിയം. പ്രോട്ടിയത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് H11 ആണ്. എന്തില്ലാത്തത്? ന്യൂട്രോൺ ഇല്ലാത്തത്. These are the isotopes of hydrogen. Can you define an isotope? അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെയാണ്. ആ ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഐസോടോപ്പ് എന്താണ്? ഐസോടോപ്സ് ആർ ഡിഫറെന്റ് ആറ്റംസ് ഓഫ് ദി സെയിം എലമെന്റ് ഹാവിംഗ് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ഐസോടോപ്പ് എന്നാൽ സെയിം എലമെന്റിന്റെ ഡിഫറെന്റ് ആറ്റംസിൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും. ഒരേ എലമെന്റിന്റെ ഡിഫറെന്റ് ആറ്റംസിൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ ഇത് മൂന്നും ഹൈഡ്രജന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ്. അതായത് സെയിം എലമെന്റ് ആണ്, സെയിം അറ്റോമിക് നമ്പർ ആണ്, പക്ഷെ ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. Isotopes exhibit the same chemical properties, but they show slightly variation in physical properties. ഐസോടോപ്പുകൾ സാധാരണ ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ്, രാസഗുണങ്ങൾ കാണിക്കും, പക്ഷേ they show slight variations in physical properties. അവരുടെ ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഹെവി വാട്ടർ ഈസ് ദ ഓക്സൈഡ് ഓഫ് ഡ്യൂട്ടീരിയം.
ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം എന്തായിരുന്നു? H12ന്റെ ഓക്സൈഡ് ആണ് ഹെവി വാട്ടർ. ആൻ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ. ഇതെന്താണ്? ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പ് ആണ്. ഹെവി വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഹെവി വാട്ടർ ഉപയോഗിക്കുന്നത് ഏത് മേഖലയിലാണ്? ആണവ നിലയങ്ങളിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഈ ഹെവി വാട്ടർ H12 ഉപയോഗിക്കുന്നുണ്ട്. Let us see whether hydrogen alone has isotope. ഹൈഡ്രജന് മാത്രമല്ല മറ്റ് എലമെന്റുകൾക്കും ഐസോട്ടോപ്പുകളുണ്ട്. പുസ്തകത്തിലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ 3 ഐസോട്ടോപ്പുകളും കാർബണിന്റെയാണ്. ഒന്നാമത്തേത് C612 എന്ന് പറയും, C613, C614 അല്ലെങ്കിൽ C12, C13, C14 എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ആറ്റങ്ങളുടെ ഘടന നോക്കി താഴെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് പ്രോട്ടോണിന്റെ എണ്ണം 6 ആണ്. പ്രോട്ടോൺ 6 ആണെങ്കിൽ ഇലക്ട്രോണും 6 ആണ്. ന്യൂട്രോണിന്റെ എണ്ണം 6 ആണ്. C12ല്. C13ല് പ്രോട്ടോണിന്റെ എണ്ണം 6 ആണ്, അതുകൊണ്ട് ഇലക്ട്രോണും 6 ആണ്. ന്യൂട്രോണിന്റെ എണ്ണം 7 ആണ്. C14ല് പ്രോട്ടോണും ഇലക്ട്രോണും 6 ആണ്, ന്യൂട്രോണിന്റെ എണ്ണം 8 ആണ്. C12, C13 and C14 are the natural isotopes of carbon. കാർബണിന്റെ നാച്ചുറൽ ഐസോട്ടോപ്സ് അല്ലെങ്കിൽ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ് C12, C13, C14 എന്നുള്ളത്. The most stable and most abundant isotope of carbon is C12. കാർബണിന്റെ C12 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ആണ് ഏറ്റവും സ്റ്റേബിളും ഏറ്റവും അധികം കാണുന്നതുമായിട്ടുള്ള ഐസോട്ടോപ്പ് C12 ആണ്. Now you have understood that carbon also has isotope. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഹൈഡ്രജനെ പോലെ തന്നെ ഐസോട്ടോപ്പുകളുള്ള മറ്റൊരു എലമെന്റ് ആണ് കാർബൺ എന്നുള്ളത്. The amount of C13 among the isotope of carbon is approximately 1.1%. ഈ 3 ഐസോട്ടോപ്പുകളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ C13 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ആയിരിക്കും വളരെ കുറവുള്ളത്, അതായത് 1.1% മാത്രമേ ഉള്ളൂ. This isotope is used to study the metabolic process in plants and animals. C13ന്റെ ഉപയോഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഐസോട്ടോപ്പ് എവിടെ ഉപയോഗിക്കും? സ്റ്റഡി ദ മെറ്റബോളിക് പ്രോസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെ അവയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് C13 ഉപയോഗിക്കുന്നത്. C14 ഈസ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. C14 എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ്. ദിസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. എന്താണ് ഇത്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ് കാർബണിന്റെ C14 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നത്. യു ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ഓൺലി ദ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഹാവ് സ്പെസിഫിക് നെയിംസ്. നമുക്ക് എന്ത് മനസ്സിലായി? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പഠിച്ചപ്പോൾ അവയ്ക്കൊരു പ്രത്യേക പേരുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നൊക്കെ പേരുണ്ടായിരുന്നു. പക്ഷേ കാർബണിന്റെ ഐസോട്ടോപ്പുകൾക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. C12, C13, C14 എന്ന് മാത്രമാണ് അവ അറിയപ്പെടുന്നത്. ചിത്രത്തിലെ ടേബിൾ 1.6 വിവിധ എലമെന്റുകളുടെ ഐസോട്ടോപ്പും അവയുടെ യൂസസും എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തേത് അയഡിൻ 131 ടു സ്റ്റഡി ദ ഫങ്ഷൻസ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെന്റ്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫങ്ഷൻസിന്റെ സ്റ്റഡിക്കും അതിന്റെ ട്രീറ്റ്മെന്റിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അയഡിൻ 131 എന്ന് പറയുന്ന ഐസോട്ടോപ്പ്. യുറേനിയം 235 ഫ്യുവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൊബാൾട്ട് 60 ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്. സോഡിയം 24 ടു ഡിറ്റക്ട് ലീക്കേജ് ഓഫ് ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസ്. വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്താൻ വേണ്ടി സോഡിയം 24 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അയൺ 59 ടു ഡയഗ്നോസ് അനീമിയ. അനീമിയെ കണ്ടെത്താൻ വേണ്ടി നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയൺ 59 എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഐസോബാർസ് ആണ്. ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ, പൊട്ടാസ്യം ആൻഡ് കാൽസ്യം ഈസ് ഗിവൺ ബിലോ. ആർഗണിന്റെയും പൊട്ടാസ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻസ് നോക്കിയേ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ എലമെന്റ് ആയ ആർഗണിനെ പറ്റി എഴുതുകയാണെങ്കിൽ അവയുടെ പ്രോട്ടോണിന്റെ എണ്ണം 18 ആണ്, അതുകൊണ്ട് തന്നെ ഇലക്ട്രോണും 18 ആയിരിക്കും. ന്യൂട്രോണിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്, 22 ആയിരിക്കും. അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 18 ആയിരിക്കും. മാസ് നമ്പർ 40 ആയിരിക്കും. രണ്ടാമത്തെ എലമെന്റ് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ പ്രോട്ടോണിന്റെ എണ്ണം 19 ആയിരിക്കും. ഇലക്ട്രോണും 19 ആണ്. ന്യൂട്രോണിന്റെ എണ്ണം 21 ആണ്.
അറ്റോമിക് നമ്പർ 19 ആണ്. മാസ് നമ്പർ 40 ആണ്. മൂന്നാമത്തേത് കാൽസ്യം. കാൽസ്യത്തിന്റെ പ്രോട്ടോണിന്റെ എണ്ണം 20 ആണ്. പിന്നെ ഏതാണ്? ഇലക്ട്രോൺ 20 ആണ്. ന്യൂട്രോണിന്റെ എണ്ണം 20 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതും 20 ആണ്. മാസ് നമ്പർ 40 ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദി മാസ് നമ്പർ ഓഫ് ദീസ് എലമെന്റ്സ്? ഈ 3 എലമെന്റുകളുടെയും മാസ് നമ്പറിന്റെ പ്രത്യേകത എന്താണ്? 3 എണ്ണത്തിന്റെയും മാസ് നമ്പർ എന്താണ്? സെയിം ആയിരിക്കും. ആദ്യ അറ്റോമിക് നമ്പേഴ്സ് ദി സെയിം. ഇവയുടെ എല്ലാം അറ്റോമിക് നമ്പർ സെയിം ആണോ? അല്ല. നോ. ദീസ് ആറ്റംസ് ആർ നോൺ ആസ് ഐസോബാർസ്. ഇങ്ങനെയുള്ള ആറ്റങ്ങളെ വിളിക്കുന്നതാണ് ഐസോബാർസ് എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇവ മൂന്ന് വ്യത്യസ്ത എലമെന്റുകളാണ്. പക്ഷേ ഇവയുടെ എല്ലാം മാസ് നമ്പർ സെയിം ആണ്, അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. അതായത് മാസ് നമ്പർ സെയിമും അറ്റോമിക് നമ്പർ ഡിഫറന്റും ഉള്ള വ്യത്യസ്ത എലമെന്റുകളുടെ ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോബാർസ് എന്നുള്ളത്. ഐസോബാർസ് ആർ ആറ്റംസ് ഹാവിംഗ് ദ സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. They are atoms of different elements in which the number of nucleons are equal. അതായത് ഈ ആറ്റങ്ങളെല്ലാം വ്യത്യസ്ത എലമെന്റുകളുടെ ആയിരിക്കും, പക്ഷെ ഇവയുടെ ന്യൂക്ലിയോൺസിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. ന്യൂക്ലിയോൺ മീൻസ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ഇന്ന് നമ്മൾ പഠിച്ചതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. 2 എലമെന്റുകളുടെ ഐസോടോപ്സ് ആണ് പഠിച്ചത്, ഹൈഡ്രജന്റെയും കാർബണിന്റെയും. ഹൈഡ്രജന്റെ 3 ഐസോടോപ്പ് ആണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇവിടെ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് ഹെവി വാട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. കാർബണിന്റെ 3 ഐസോടോപ്പുകളാണ് C12, C13, C14. C12 ആണ് മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് മോസ്റ്റ് അബണ്ടന്റ്. ഏറ്റവും കൂടുതൽ സ്റ്റേബിളും ഏറ്റവും അധികം കാണുന്നതുമായിട്ടുള്ള കാർബണിന്റെ ഐസോടോപ്പ് ആണ് C12. C13 എന്ന് പറയുന്നത് വളരെ കുറച്ച് കാണുന്ന കാർബണിന്റെ ഐസോടോപ്പ് ആണ്. എന്തിനു ഉപയോഗിക്കുന്നു? മെറ്റബോളിക് പ്രോസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ മെറ്റബോളിക് പ്രോസസ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് ഈ ഐസോടോപ്പ് ഉപയോഗിക്കുന്നത്. C14 എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ആണ്. ഇവ ഏജ് ഓഫ് ഫോസിൽസ്, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഐസോടോപ്പ് ഇവ സെയിം എലമെന്റിന്റെ വ്യത്യസ്ത ഡിഫറെന്റ് ആറ്റം ആയിരിക്കും. ഇവയ്ക്ക് സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും. ഉദാഹരണം ഹൈഡ്രജനും കാർബണും. ഐസോബാർസ് ഇവ ഡിഫറെന്റ് എലമെന്റുകളായിരിക്കും, പക്ഷേ സെയിം മാസ് നമ്പറും ഡിഫറെന്റ് അറ്റോമിക് നമ്പറും ആയിരിക്കും. എക്സാമ്പിൾസ് ആർഗണും പൊട്ടാസ്യവും കാൽസ്യവും ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അടുത്തത് ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും. 2 എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കെമിസ്ട്രിയുടെ 1ാമത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചത്. വളരെ ചെറിയ 2 ടോപ്പിക്കുകളാണ് പഠിച്ചത്. പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.